ജപ്പാൻ, ചൈന, റഷ്യ, തെക്കുകിഴക്കൻ ഏഷ്യ രാജ്യങ്ങൾ, ഇന്ത്യ, പാകിസ്ഥാൻ ഇവയുൾപ്പെടുന്ന തെക്കേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗമാണ് ജപ്പാൻ മസ്തിഷ്കജ്വരം. ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒരു വർഷം ഏകദേശം 10,000 മുതൽ 20,000 ആളുകൾ വരെ ഈ രോഗത്താൽ ബാധിക്കപ്പെടുന്നു. സാധാരണയായി മൺസൂൺ കാലത്തോടനുബന്ധിച്ചാണ് ഈ രോഗം കൂടുതൽ ആളുകളെ ബാധിക്കുന്നത്. സ്വാഭാവികമായും രോഗവാഹകരായ കൊതുകുകളുടെ സാന്ദ്രത ഈ കാലയളവിൽ വർദ്ധിച്ചു കാണപ്പെടുന്നു. കൊതുകിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് ജപ്പാൻ മസ്തിഷ്കജ്വരം. ഫ്ലാവി വൈറസ് കുടുംബത്തിലെ ഒരിനമാണ് രോഗഹേതുവായ കീടാണു. ഇത് പന്നികളിലും ജലാശയങ്ങളോട് ചേർന്ന് ജീവിക്കുന്ന പക്ഷികളിലും സാധാരണയായി കാണപ്പെടുന്നു. ഈ ജന്തുക്കളിൽ നിന്നും ക്യൂലെക്സ് വർഗത്തിൽപ്പെട്ട കൊതുകുകൾ വഴിയാണ് മനുഷ്യരിലേക്കെത്തുന്നത്. ഇത്തരം കൊതുകുകൾ മഴക്കാലത്ത് പെരുകുന്നത് ഈ കാലയളവിൽ രോഗസാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനുമിടയിൽ 5 ദിവസം മുതൽ 3 ആഴ്ചകൾ വരെ കടന്നുപോയേക്കാം. കുട്ടികളുടെ ആർജിത പ്രതിരോധശേഷി പൊതുവിൽ കുറവായതിനാൽ അവരെയാണ് രോഗം പെട്ടെന്ന് ബാധിക്കുന്നത്. ഏതൊരു വൈറസ് രോഗത്തെയും പോലെ കടുത്ത പനിയും പേശിവേദനയും തുടക്കത്തിൽ കണ്ടുവരുന്നു. സാധാരണ വൈറസ് രോഗങ്ങളിൽ കാണുന്ന തൊലിപ്പുറമേയുള്ള പാടുകൾ ഈ രോഗത്തിൽ കാണാറില്ല. തുടർന്ന് ശക്തിയായ തലവേദനയും പ്രകാശത്തിലേക്ക് നോക്കുവാൻ ബുദ്ധിമുട്ട്, ഓക്കാനം, ഛർദിൽ എന്നീ ലക്ഷണങ്ങൾ കണ്ടേക്കാം. എന്നാൽ തുടർന്ന് മസ്തിഷ്ക സംബന്ധമായ ലക്ഷണങ്ങളോ സ്വഭാവത്തിലെ മാറ്റങ്ങൾ, ചുഴലി, ബോധക്ഷയം, നാഡീസംബന്ധ ലക്ഷണങ്ങളോ കണ്ണുകളെയോ നാക്കിനെയോ ബാധിക്കുന്ന തളർച്ച, കൈകാലുകളിലെ തളർച്ച, പക്ഷാഘാതം എന്നിവ കണ്ടു തുടങ്ങിയാൽ രോഗം അതിന്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുന്നതായി നാം മനസ്സിലാക്കണം. ഈ അവസ്ഥ തുടർന്നാൽ രോഗിക്ക് മരണം പോലും സംഭവിക്കാവുന്നതാണ്. മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ രോഗികളിൽ 25% പേരും മരണത്തിന് കീഴ്പ്പെടുന്നതായി കണക്കുകൾ കാണിക്കുന്നു. രോഗത്തെ അതിജീവിക്കുന്നവരിൽ പകുതി ആളുകളിലും ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ട വൈകല്യങ്ങൾ കണ്ടേക്കാം. രോഗനിർണയത്തിനുപയോഗിക്കുന്ന മാർഗങ്ങൾ ഇവയാണ്: ജപ്പാൻ ജ്വര വൈറസിനുടെയുള്ള IgM ആന്റിബോഡി രക്തത്തിലോ തലച്ചോർ സുഷുമ്നാദ്രവത്തിലോ കണ്ടെത്തൽ. അനുക്രമമായ രക്തസാമ്പിളുകളിൽ വൈറസിനെതിരെയുള്ള IgG ആന്റിബോഡി 4 മടങ്ങിലേറെ വർദ്ധിക്കൽ. രോഗം ബാധിച്ച തലച്ചോറിൽ നിന്നും വൈറസിനെ വേർതിരിച്ചെടുക്കൽ. ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് വഴി രക്തത്തിൽ വൈറസ് ആന്റിജനെ കണ്ടെത്തൽ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ PCR വഴി. മാരകമായ ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ താരതമ്യേന ലളിതമാണ്. രോഗാണുവാഹകരായ കൊതുകുകളുടെ പ്രജനന താവളങ്ങൾ നശിപ്പിക്കലാണ് ഒന്നാം ചുവട്. കൊതുകുകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ: ക്രീമുകൾ, കൊതുകിനെ തുരത്തുന്ന മരുന്നുകൾ, കൊതുകുവലകൾ. കുറഞ്ഞ പക്ഷം മഴക്കാലത്തെങ്കിലും ഉപയോഗിക്കുന്നത് രോഗവ്യാപനം തടയും. എന്നാൽ ഏറ്റവും നല്ല മാർഗം ഫലപ്രദമായ ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ്. വിദേശങ്ങളിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് മൺസൂൺ കാലത്ത് യാത്ര ചെയ്യുന്നവർക്ക് ജപ്പാൻ ജ്വര വാക്സിൻ നൽകി വരുന്നുണ്ട്.